ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു യുദ്ധം കഴിഞ്ഞ പോലുണ്ടേ. എന്തൊക്കെയാ അച്ഛാ സത്യം ഇവിടെ കിടന്ന് കാണിക്കുന്നേ? അല്ല, ഇതാരെ തൃപ്തിപ്പെടുത്താനാ? കുഞ്ഞീച്ചിയോ അതോ വിഷ്ണുവേട്ടനെയോ? ഒരു പൊന്നിച്ചേച്ചി ഉള്ളത് അത്യാവശ്യമുള്ള സമയത്ത് വരികയില്ല. ഇനി സ്ഥിരം ഞാൻ ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരുമെന്തോ. അമ്മേ, വിശക്കണു, വേഗം. ആ എന്തത്? വേഗം ഉണ്ടോ അമ്മേ? നീ ഇവിടെ വന്ന് ഇരിപ്പായോ? പിന്നെ വിശന്നിട്ട് അത് കൊള്ളാം. ആ ശാലിനി, മോളിരിക്കേ. അതെ, കറി ശരിയാവുന്നതേ ഉള്ളൂ. ചോറും കൊണ്ടേ പോകാവൂ. അയ്യോ സത്യമേ, ഞങ്ങള് സാധാരണ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. അയ്യോ അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിച്ചാ മതി. ഏതൊക്കെ എണ്ണ വെച്ച അവരൊക്കെ ആഹാരം പാചകം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നല്ല ടേസ്റ്റ് അവിടുത്തെ. ഒന്ന് പോടാ. ഇവിടെ പിന്നെ സത്യമ്മ സ്വന്തം അച്ചിലാട്ടിയെടുക്കുന്ന എണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ സുഖപ്പീര് കാണുമ്പോഴാ പെരിവരല് മുതൽ പെരുത്ത് കയറുന്നേ. നല്ല മുള കരച്ച ചമ്മന്തിയാ, തേങ്ങാപ്പാൽ ഒഴിച്ചതാ, ഇഷ്ടപ്പെടും. ആ ഞാനിപ്പോ വരാവേ. തട്ടിക്കോ തട്ടിക്കോ, അമ്മായിമ്മ മരുമോൾക്കുണ്ടായ സ്പെഷ്യൽ ഐറ്റാ. ഓ എന്താ സ്നേഹം. ശ്യാമേ, ആച്ചാർ എന്തിയേ? അതാ ഫ്രിഡ്ജിലുണ്ട്. ആ നീയേ ആ ചോറെടുത്ത് പെട്ടെന്ന് പാത്രത്തിലാക്ക്. ഒന്ന് പെട്ടെന്ന് വേണേ. കുറച്ച് ഇലമ്പമ്പുളി അച്ചാറൂടി വെക്കട്ടെ? അയ്യോ വേണ്ട സത്യമേ, ദേ ഈ ചമ്മന്തി എന്നെ ധാരാളം. ദേ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇതിലും ഭേദം മരുമകളെ കാലെ കിടത്തി ഇഡലിയും ചമ്മന്തിയും വായിൽ വെച്ചു കൊടുക്കുമായിരുന്നു നല്ലത്. ഇല്ലാവാവയാണല്ലോ. ഇതെവിടേക്കാണ് ഈശ്വര പൊക്കിക്കൊണ്ട് പോകുന്നേ? അച്ഛൻ കഴിക്കില്ലേ? ഇവിടുത്തെ യുദ്ധം ഒന്ന് കഴിയട്ടടാ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഞാൻ പിന്നെ ഇവിടത്തേക്കും പോകുന്നില്ലല്ലോ. എന്റെ അച്ഛ അവിടെ ഇരുന്നേ, ഇതൊക്കെ അതിന്റെ ഇടയിലാണ് നടന്നു പോകും. ഗ്യാസ് കയറിയിട്ടുണ്ടല്ലോ. അച്ഛ എവിടെ ഇരി. ഇച്ചിരി ചമ്മന്തി കൂടിയും കഴിക്കേ. അയ്യോ മതി മതി. അതെ, കുറച്ച് ചമ്മന്തി എനിക്കും തരുമോ? നിനക്ക് വേണ്ടതൊക്കെ നീ അങ്ങ് എടുത്ത് ഒഴിക്കേ. ഇതൊക്കെ എടുത്തു തരാൻ നിന്നാലേ എനിക്ക് പിന്നെ അതിനെ സമയം കാണൂ. ഓ ഞാൻ അടുത്ത് കഴിച്ചോളാം. ഞാൻ ഇപ്പൊ വെറും ഡ്രൈവറായി പോയില്ലേ. നീ പറഞ്ഞ പോലാണെങ്കിലേ എനിക്കൊന്നും ഭക്ഷണം പോലും കിട്ടത്തില്ല. എനിക്കൊരു പണിയില്ലല്ലോ. വിഷ്ണുട്ടാ, ഇന്ന് 9 മണിക്ക് മെഡിക്കൽ കോളേജിലെ ചിൽഡ്രൻസ് വാർഡിന്റെ ശോചനീയ അവസ്ഥ നേരിട്ട് കളക്ടർ ചെന്ന് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം നേരത്തെ പോണം. പിന്നെ പോവാം. നീ ഇതുവരെ എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ? സത്യമേ, ഞാൻ എടുത്തോണ്ടിരിക്കുക. ഓ എന്റെ ശ്യാമ, ഒന്ന് പെട്ടെന്നാവട്ടെ, അവർക്ക് പോകാൻ സമയമായി. പെട്ടെന്നാവട്ടെ. ചോറ് കിട്ടുന്നുണ്ടേ, അതുകൊണ്ടേ പോകാവൂ. എന്നാ പിന്നെ എനിക്കൊരു ചായ എടുത്തോ ഭാമേ. എന്റെ രാഘവേട്ട, ഇവിടെ കിടന്ന് തീ ചവിട്ടിയ പോലെ കിടന്ന് ഓടുന്ന കാണുന്നില്ലേ നിങ്ങളൊന്നും? ഇവർക്ക് ചോറൊക്കെ കൊടുത്തു വിടണ്ടായ ഞാനൊരു ഒഴുക്കം മട്ടിലങ്ങ് പറഞ്ഞു പോയതാ ഭാമേ. 2 ഇഡ്ഡലി കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കിട്ടിയാലും മതി. ഇപ്പൊ കൊണ്ടുവരാം. 100 കൂട്ടം കാര്യങ്ങളാ. അതിനിടയില രാഘവേട്ടന്റെ ഒരു... ഞാനും ചോദിച്ചില്ലെന്നേ. ഇങ്ങനെയുണ്ടോ? അല്ല, ഇവർക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ? അതിനിടയിലാണ് രാഘവേട്ടൻ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. എന്താ രാഘവേട്ട ഇങ്ങനെ ചുമ്മാ ഇരുന്നു? കണ്ട, അച്ഛനും അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ഗതി കെട്ടാ ഒരു ഇഡ്ഡലിയും തിന്നോടാ.
ക്യാബേജ് തോരൻ റെഡി ആയില്ലേ? ആ, ദേ അടുപ്പത്ത് കിടക്കുക. ഇതിന്റെ പച്ചച്ചോവ് മാറണമെങ്കിൽ കുറച്ചുകൂടി കിടന്ന് മൂക്കണം. മതി മൂത്തതൊക്കെ. അവര് പോകാൻ റെഡിയായി. പെട്ടെന്ന് കോരിയിട്ട് പാത്രത്തിലേക്ക്. ഇത്ര നേരായിട്ട് മൂക്കാത്ത ക്യാബേജ് ഇനി മൂക്കാനൊന്നും പോകുന്നില്ല. രാഘവേട്ടനെ ചായ ഇട്ട് വെച്ചേക്കണേ. കുറെ നേരമായിട്ട് ചായ ചോദിക്കുന്നു. രണ്ടുപേരും മുഴുവൻ കഴിച്ചേക്കണം. കഴിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടക്കി കൊണ്ടുവരരുത്. എന്റെ സത്യാമ്മ, ഇതൊക്കെ ഇരട്ടി പണിയാ. പണി ഇത്തിരി കൂടുതൽ എടുത്താലും നല്ല ഭക്ഷണം കഴിക്കാലോ. ആ മോളെ, അയ്യോ, ദേ ഒരു ഇഡലി കൂടി കഴിക്കേ. സത്യാമ്മ മതി മതി. ഇതും കൂടി കഴിക്കും മോളെ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി മോളെ? ചായ ദേ എടുക്കുന്ന അച്ഛാ. ആ. ആ. ഓ, ഒരു യുദ്ധം കഴിഞ്ഞ പോലുണ്ടേ. എന്തൊക്കെയാ അച്ഛാ സത്യമ്മ ഇവിടെ കിടന്ന് കാണിക്കുന്നേ? അല്ല, ഇതാരെ തൃപ്തിപ്പെടുത്താനാ? കുഞ്ഞീച്ചിയോ അതോ വിഷ്ണുവേട്ടനെയോ? എന്തായാലും കണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹോ, ഇപ്പോഴാ ഒന്ന് ശ്വാസം വിടുന്നത്. അവർ ഓഫീസിൽ പോകുന്നത് വരെ എനിക്ക് ആദ്യ. നിനക്ക് എന്തോ ഭാമേ പറ്റിയത്? നീ എന്തൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ചോറ് കൊണ്ടുകൊണ്ടെന്ന് അവര് പറഞ്ഞല്ലേ നിന്നോട്? പിന്നെ നീ എന്തിനാ അവർക്ക് കെട്ടിപ്പോഞ്ഞു കൊടുത്ത് വിടുന്നേ? അല്ല, ഇത് നീ അവരെ സ്നേഹിക്കുന്നതാണോ അതോ നീ സ്നേഹിക്കുന്നതായിട്ട് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ആ, എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ രാഘവേട്ട. മാറ്റങ്ങൾ ഉണ്ടാകും. അതുണ്ടാവണം. എന്നും എപ്പോഴും രാവണനായിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇനി കുറച്ചു കാലം രാമനും ആകട്ടെ. ഇതൊന്നും അല്ല അച്ഛാ. എന്തോ ഒരു കൈവശം നടന്നിട്ടുണ്ട്.